കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്ന് ഇവരെ ക്ഷണിക്കാം. എന്നാൽ നീ ഭാഗ്യവാനാകും. ഹല്ലേലൂയ. നമ്മൾ വിരുന്ന് കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷണിക്കേണ്ടവരെ നമ്മൾ, ഹല്ലേലൂയ, ഈ കാലഘട്ടങ്ങളിൽ ഈ വേദപുസ്തകം പറയപ്പെടുന്ന ഒരു വ്യക്തികളെയും ആരും ക്ഷണിക്കാറില്ല. നമ്മൾ ഏറ്റവും നല്ല വീട് നോക്കി പോകും. ഏറ്റവും കാർ സിറ്റൗട്ടിൽ കിടക്കുന്നോ എന്ന്, കാർ പോർച്ചിൽ കിടക്കുന്നോ എന്ന് നോക്കും. വീട് 2 നിലയാണോ എന്ന് നോക്കും. ഹല്ലേലൂയ. ഫാൻറ്റും കോട്ടും വിട്ടവനാണോ എന്ന് നോക്കും. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, കുരുടന്മാർ, ഹല്ലേലൂയ, ചികിടന്മാർ, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി ആളുകളെ അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മുടെ വിരുന്നിന് ക്ഷണിക്കേണ്ടത്. ഹല്ലേലൂയ. എന്താണ് അങ്ങനെയുള്ളവരെ ക്ഷണിക്കാൻ പറഞ്ഞെന്നറിയാമോ? അങ്ങനെയുള്ളവർക്ക് ഹല്ലേലൂയ, നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ അത് ദൈവം പ്രസാദിക്കുന്ന നിലവാരം അവിടെ വെളിപ്പെടും. ഞാൻ ചോദിക്കട്ടെ, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരുത്തനെ വിളിച്ച്, സഹോദര വരൂ, ഒരു ഫുഡ് കൂടി കഴിക്ക്, ഒരു ഊണ് കൂടി കഴിക്കെന്ന് പറഞ്ഞാൽ സഹോദരൻ പറയും നല്ല വീർത്തിരിക്കുകയാണ് എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്ക് പോരാ, നമ്മൾ വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരിക്കും. പക്ഷേ കഴിക്കാതെ വിശപ്പ് കിടക്കുന്നവരുണ്ട്. വിരുന്നിന് ക്ഷണിക്കുവാൻ നമുക്ക് താല്പര്യം വരാതെ പോകുന്നവരുണ്ട്. അവരെ ക്ഷണിച്ച് നിന്റെ വിരുന്നിന് പങ്കെടുപ്പിക്കണം. അവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഈ ലോകത്തിൽ തള്ളപ്പെട്ടവരെ ചേർത്തുകൊള്ളുവാൻ, ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുവാൻ, അംഗവൈകല്യങ്ങളുള്ളവരെ ചേർത്തുകൊള്ളുവാൻ, വീക്ക് പോയിന്റുകളുള്ളവരെ ചേർത്തുകൊള്ളുവാൻ, പാപികളെ രക്ഷിപ്പാൻ പുത്രൻ ലോകത്തിൽ വന്നു. അതുകൊണ്ട് പാപത്തിന്റെ ദൈവമെന്ന് ലോകം പറയുമ്പോൾ പാപികളുടെ ദൈവമല്ല, പാപികളെ രക്ഷിപ്പാൻ വന്ന കർത്താവ്, തള്ളപ്പെട്ടവരെ ചേർത്തുകൊള്ളുവാൻ വന്ന കർത്താവ്, ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുവാൻ വന്ന കർത്താവ്, സാക്ഷാൽ യഹോവയാകുന്ന ദൈവം, ഇമ്മാനുവേലു എന്ന് വരുന്ന ദൈവം, ആ സർവശക്തനായ ദൈവം നിന്നെ ചേർത്തുകൊള്ളുന്ന ഒരു പകലാണ്. അവൻ നിന്റെ കുടുംബത്തിനകത്ത് ആഹാരം മുടക്കുന്നവനല്ല, നിന്റെ കുടുംബത്തിനകത്ത് കലകമുണ്ടാക്കുന്നവനല്ല, അവൻ നിന്റെ കുടുംബത്തിനകത്ത് അക്രമം സൃഷ്ടിക്കുന്നവനല്ല, അവൻ നിന്റെ കുടുംബത്തിനകത്ത് മദ്യം വാങ്ങിക്കൊണ്ട് തരുന്നവനല്ല, അവൻ നിന്റെ കുടുംബത്തിനകത്ത് ലഹരി കൊണ്ട് തരുന്നവനല്ല, അവൻ നിന്റെ കുടുംബത്തിനകത്ത് രോഗമിടുന്നവനല്ല, അവൻ നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നവനല്ല, അവൻ നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ പ്രഭു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ സമാധാനത്തിന്റെ പ്രഭു ഇന്ന് പൽക്കാലം സ്വീകരിക്കപ്പെടുന്ന ദൈവമക്കൾ ഈ ആരാധനയുടെ നടുവിൽ ഉണ്ടെങ്കിൽ കരമടിച്ചുകൊണ്ട് ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുക. അന്യ ഭാഷകളിൽ എന്റെ ഭാരം മറ്റൊരാളിൽ ഇറക്കി വെക്കുവാൻ യേശു പറഞ്ഞില്ല. കർത്താവിന്റെ കാൽച്ചവട്ടിൽ ഇറക്കി വെക്കാൻ നിന്റെ ഭാരത്തെയോ മുറുകെ പറ്റുന്ന ഭാവത്തെയോ യേശുവിന്റെ ശിഖത്തിൽ ഇറക്കി വെച്ച് നീ ഫ്രീ ആയി ഇരിക്കണമെന്ന് ആഗ്രഹിച്ച നല്ലൊരു നാഥൻ, ആ കൃപാലുവായ കർത്താവ് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോരെ 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 പോരെ. ശക്തനാക്കുന്നവനിവിടെയുണ്ട്, ശക്തനാക്കുന്നവനിവിടെയുണ്ട്. അവനെ നിന്റെ പക്ഷക്കാരന്, എന്റെ പക്ഷക്കാരന് അവനെ നീ ക്ഷണിച്ചാൽ, അവനെ നീ സ്വാഗതം ചെയ്താൽ നിന്റെ കുടുംബത്തിനകത്തുള്ള ന്യായവിധികൾ അഴിയും. കൈയുണ്ടാ? കൈ അടിച്ചാരാധിക്കണം. ആരോ ഓർത്ത് വിഷമിച്ചിരിക്കുന്നേ? അത് പൊട്ട് ലോകം മൊത്തം അങ്ങനെ തന്നെ. പോട്ടെ, അവൻ ഒന്നും ചെയ്യത്തില്ല. സഹോദരൻ പ്രാർത്ഥിരി. ഞങ്ങളവിടെ കാലുകുത്തിയ ഒന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ അതൊന്നും പറയരുത്. അതൊക്കെ നമ്മുടെ വാക്കല്ല. ദൈവം എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. ഏറ്റെടുത്ത് സഹോദരൻ പ്രാർത്ഥിച്ചോ. അല്ലേ തലനാല് കേട് വരത്തില്ല. അവൻ ഈ ആലയത്തിൽ പോലും വരത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തെല്ലാം നന്മ അവന് വേണ്ടി ചെയ്തു. അതൊന്നും അനുസരിച്ച് അവൻ ഈ ആലയത്തിൽ പോലും വന്നിട്ടില്ല. പക്ഷെ എങ്കിലും എന്റെ ദൈവം സ്നേഹിക്കുന്നു. ഈ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയായാൽ കാലിലെ ചെരുപ്പിനെ അഴിച്ചു കളയാൻ മോശയോട് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. മോശയെ മുന്നോട്ട് കിടക്കരുത്, അഗ്നി ജ്വാല എന്ത് ചെയ്യുന്നത് കത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മുൾപ്പടർപ്പ് തീ പിടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, മോശയ്ക്ക് വേണ്ടി അഗ്നി ജ്വാലയുടെ നടുവിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ കുടുംബത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. കരമടിച്ച് ആരാധിച്ചാട്ട്, അന്യ ഭാഷകളിൽ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം മറ്റൊരാളിൽ ചാരരുത്. എന്റെ കുറവിനെ ഞാൻ മറ്റൊരാളിൽ പറയരുത്. അത് നമുക്കൊരിക്കലും ജോയിപ്പല്ല. ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ വിട്ടുകൊടു. കരം ശക്തിയോടെ അടിച്ച് ആരാധന. കെട്ട് പോട്ടട്ടെ, ആ ബന്ധനങ്ങൾ പോട്ടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയത്തിന് മുമ്പേ
നിന്നെ കൊല്ലുവാൻ വന്നവനല്ല. സമയത്തിന് മുമ്പേ നിന്നെ നശിപ്പിക്കുവാൻ വന്നവനല്ല. ഓ ഹല്ലേലൂയ. നിന്നെ രോഗത്തിന് ഇട്ടുകൊടുക്കുവാൻ വന്നവനല്ല. നിന്നെ ശത്രുവിന് ഇട്ടുകൊടുക്കുവാൻ വന്നവനല്ല. ശത്രുവിന്റെ കയ്യിലൊന്ന് വീണ്ടെടുത്തുകൊണ്ട് തിളങ്ങുന്ന മുത്താക്കി മാറ്റുവാൻ, നല്ലൊരു മുത്താക്കി മാറ്റുവാൻ ഓ യേശുവിന്റെ നാമത്തിൽ ആ തേനിലും തേൻ കട്ടയിലും മാധുര്യമേറിയ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ മേൽ പകർന്നുകൊണ്ട് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു, ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. നമുക്കൊരു രക്ഷിതാവുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്. രക്ഷകൻ ഇല്ലാത്തവർ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ രക്ഷകനുള്ള ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷ നിറവിൽ ആരാധിച്ചു. ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ. അടുത്ത ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ, നദി ഒഴുകട്ടെ. വിരുന്നിന് ക്ഷണിക്കേണ്ടവർ, ഹല്ലേലൂയ, നമ്മൾ ക്ഷണിക്കേണ്ടവരെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വൽക്കാലം നമുക്കൊരു കാര്യം അറിയണം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവനെ നമുക്ക് വേണം, ആർക്കും വേണ്ടാത്തവനെ യേശുവിന് വേണം. ഹല്ലേലൂയ. പട്ടുമെത്തയിൽ കിടത്തി ഉറക്കാൻ ക്ഷണിക്കുന്നവനെ അല്ല, പട്ടുമെത്തയിലല്ല, റോഡിന്റെ പക്കത്ത് നിൽക്കുന്നവൻ, റോഡിന്റെ പുറമ്പോക്കിൽ കിടക്കുന്നവൻ യേശുവിന് വേണം, യേശുവിന് വേണം. യേശു അതുകൊണ്ടാണ് ഒരുത്തൻ വ്യവസ്ഥ കുളക്കരയിൽ കിടക്കുന്നവനായി അവൻ അവിടെ അങ്ങനെ രോഗം പൂണ്ട് കിടക്കുന്നത് കണ്ടു. അതിനുശേഷം വന്നവരൊക്കെ സൗഖ്യം പ്രാപിച്ചു പോകുന്നത് തമ്പുരാൻ കണ്ടപ്പോ ഇവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? യെസ്. അല്ലെങ്കിൽ സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ ഈ കെട്ടുകൾ എടുത്ത് നടക്കുക. ഈ പാണക്കെട്ടുകൾ, ഈ ഹല്ലേലൂയ വാരി കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം എടുത്ത് കിടക്കുക. ഈ കെട്ടവിടെ ഇട്ടിട്ട് പോയാൽ അടുത്ത് വീണ്ടും വേറൊരുവൻ വന്ന് ഇതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ കിടക്കുമെന്നറിഞ്ഞ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം മാറിക്കൊണ്ട് നടക്കുക. ഓ റിബാല ബാല ബാല വൈഡമാന ബാനമാന റിബൽ ഖബന ഗഡഗമന രഗന ഗഡഗമന ഗഡഗ റിബൽ ഖബന ഗഡഗ സിഹന റിബൽ ഖബന ഗഡഗൽ പ്രവിഡിമാന. ശത്രു നിനക്കെതിരെ കെട്ടിയ വേലി പൊളിയട്ടെ, ശത്രു നിനക്കെതിരെ അടിച്ച കുറ്റികൾ പിഴട്ടെ, ശത്രു നിനക്കെതിരെ കെട്ടിയ പ്രതികൂലങ്ങൾ അഴിയട്ടെ. ശത്രു നിന്റെ വിളവിനെ തിന്നുകൊണ്ടിരിക്കുകയാണോ? ശത്രു നിന്റെ നന്മയെ കാർന്ന് പിടിക്കുകയാണോ? ഇന്ന് പൽക്കാലം തിരിച്ചു പിടി. ഓ ഒരുമിച്ച് കരമടിച്ച് ആരാധിച്ചാട്ട്, ഒരുമിച്ച് കരമടിച്ച് ആരാധിച്ചാട്ട്, ഒരുമിച്ച് കരമടിച്ച് ആരാധിച്ചാട്ടെ. ഓ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തേ, കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. ഓ കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മളൊക്കെ പീരിക്കളായി പോകുന്നവരായി. ഒരിക്കലും ഒരു ശാപവും കാരണം കൂടാത്തത് ഫലിക്കത്തില്ലെന്ന് വേദപുസ്തകം പറയുന്നു. അല്ലല്ലേ? നിങ്ങൾ ഈ പ്രസംഗിക്കുന്നെങ്കിലും പഠിക്കണം. നിങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് അതിനുള്ള ശേഷിപ്പില്ല എങ്കിൽ നിങ്ങൾ അല്ലല്ലേ ദൈവഭക്തന്മാർ പറയുന്നതെങ്കിലും മനസ്സിലാക്കണം. കാരണം കൂടാത്ത ശാപം ആർക്ക് ഫലിക്കത്തില്ല? ഹല്ലേലൂയ. ഇസ്രായേലിന് ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. കാരണം കൂടാത്ത ഹല്ലേലൂയ ശാപങ്ങൾ ഫലിക്കത്തില്ല. ഇസ്രായേലിന് ആഭിചാരം ഫലിക്കത്തില്ല. യാക്കോബിന് ലക്ഷണവിദ്യ ഏൽക്കത്തുമില്ല. ആഭിചാരം ഏൽക്കാത്ത ഒരു ഇസ്രായേലായിരിക്കണം. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ആരും ശാപം ഇട്ടില്ലെങ്കിലും ശാപം ഇട്ടാലും പിശാചിന്റെ പക്ഷത്താണ് നമ്മൾ നടക്കുന്നത്. ദൈവത്തെ അല്ലെങ്കിൽ മറന്നിട്ട് ദൈവമില്ലാത്തടുത്ത് നടക്കുമ്പോൾ ഞാനാകാം, നിങ്ങളാകാം, ഇനി മറ്റൊരു ഏത് അല്ലെങ്കിൽ പേർട്ടിയായാലും അല്ലെങ്കിൽ പിശാചിന്റെ പക്ഷത്ത് നടക്കുമ്പോൾ പ്രതികൂലം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടേ ആയിരിക്കണം. കാരണം ഹല്ലേലൂയ നമ്മളിപ്പോൾ നടക്കുന്നത് അന്ധകാരത്തിൽ കൂടിയാണ്, കൂരിരുട്ടിലാണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ഒരു ഭക്തനെ ദൈവം നിന്റെ കാൽ കുണ്ടിൽ വീഴാതെ വണ്ണം തന്റെ ദൂതന്മാരെ അയച്ചിട്ട് വഴിയെ തുറന്നു തരും. അതുകൊണ്ട് നമ്മൾ ആരെയും പറയരുത്. അതൊക്കെ നമ്മുടെ ബുദ്ധിമോശക്കേട്. ആരെയും പറയരുത്, ആരെയും പറയരുത്. അല്ലേ? ധാരാളം വ്യക്തികൾ എന്നോട് വിചാരിക്കുന്നുണ്ട്. ഞാൻ പള്ളിയിലേക്ക് ആയപ്പോൾ എന്റെ പിതാവ് തന്നെ എന്നെ വെറുത്തിട്ട് പറഞ്ഞു, പള്ളിയിൽ പോകരുത്, പള്ളിയിൽ പോകരുത്. അല്ലേലിയ നീ നശിക്കാൻ പോകുന്നു, നീ നന്നാകത്തില്ല, നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അല്ലേലിയ ദൈവമക്കളെ, എനിക്ക് ആഴ്ച തോറും വേണമെങ്കിൽ വിദേശത്ത് പ്രസംഗിക്കാം.
ഹല്ലേലൂയ. മനസ്സിലായി? ആഴ്ച തോറും എനിക്ക് പ്ലെയിനിൽ കയറി പോകാൻ ദൈവകൃപയാൽ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്റെ പിതാവ് പറഞ്ഞ ശാപം പോലും എനിക്കെതിരെ വന്നില്ല. കാരണം എന്നറിയാമോ? എന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്റെ ഉള്ളിനെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്റെ നീതി കാണുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ നടക്കുന്ന നടപ്പ് കാണുന്ന ഒരു ദൈവമുണ്ട്, എന്റെ ജീവിതം കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആരെയാണ് സ്വീകരിച്ചത്? കല്ലിനെയും മണ്ണിനെയും ഹല്ലേലൂയ പാറയെയും ചുമന്ന് നടന്നെടുത്തെന്ന് സത്യദൈവം ഉണ്ടെന്ന് തിരിച്ചറിയാൻ എനിക്ക് തന്ന അവസരത്തെ ഞാൻ പാഴാക്കിയ ഞാൻ ബിംബം ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ബിംബത്തെ പോലെ ആയി തീരുവാൻ ആഗ്രഹിക്കുന്ന ലോകമല്ല നിനക്ക് വേണ്ടത്. നിന്റെ നല്ല നടപ്പ് ആഗ്രഹിക്കുന്ന, നല്ല ജീവൻ തന്ന കർത്താവ്, നല്ല ജീവിതം തന്ന കർത്താവ്, ഹല്ലേലൂയ എല്ലാം ശേഷിപ്പുകളും തന്ന കർത്താവ്, ആ പ്രാണപ്രിയനെ ഓർത്ത് സഹോദര കൈയടിച്ച് ആരാധിക്ക്, കൈയടിച്ച് ആരാധിക്ക്, കൈയടിച്ച് ആരാധിക്ക്. നീ ഹല്ലേലൂയ എന്തിനാണ് ഇങ്ങനെ കുമ്പിട്ടിരുന്നത്? ഹല്ലേലൂയ മൗനമാചരിക്കുന്നത്? ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. നമുക്ക് ഒരു നഷ്ടവും വന്നില്ലല്ലോ. നീ ദൈവാലയത്തിൽ വന്നതിന് ശേഷം നഷ്ടമൊന്നും വന്നില്ലല്ലോ. നഷ്ടത്തെ നിനക്ക് ലാഭമാക്കി തന്നില്ലേ? ഹല്ലേലൂയ. 6 ദിവസവും അധ്വാനിക്കാനുള്ള ബലം തന്നതാണോ നഷ്ടം? 7ാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഒരുക്കി തന്നതാണോ നഷ്ടം? ഇത്രയും ഭാഗ്യം ഉലകത്തിൽ കിട്ടുന്നുവെങ്കിൽ നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. സോദരം വായിക്കാം, താഴോട്ട് വായിക്കാം. നിനക്ക് പ്രതിവാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിവാരമുണ്ടാകും. കൂടെ പന്തിയിലിരുന്ന ഒരുത്തവൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ പ്രസംഗം കഴിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു. ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീനെന്ന് പറയിച്ചു. എല്ലാവരും ഒരേപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. ദൈവദാസൻ പ്രസംഗിച്ച ഒരു മെസ്സേജ് എന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. അതിനോട് ചേർന്നാണ് ഇന്നത്തെ ദൂത്. നമ്മൾ ആരെയും ചേർത്ത് ഒഴിവ് കഴിവ് പറയരുത്. നിങ്ങൾക്ക് നല്ല ബുദ്ധി ഞാൻ ഉപദേശിക്കുകയാണ്. നമ്മുടെ കുറവ് നമ്മൾ തന്നെ തീർക്കണം. എൻ്റെ ശരീരത്തിൽ ഹല്ലേലൂയ അഴുക്കിരുന്നാൽ ഞാൻ മറ്റൊരാളിൻ്റെ പുറത്ത് കൊണ്ട് ചേക്കരുത്, ഞാൻ തന്നെ കഴുകണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചപ്പോൾ യേശു കർത്താവ് മുതൽ പറഞ്ഞു വന്ന ഒരു പാഠമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ ദൈവമായി വെളിപ്പെട്ടപ്പോൾ എന്നെ എല്ലാവരും സ്നേഹിച്ച് നീ ദൈവമല്ലേ എന്ന് പറഞ്ഞ് വരൂ, ബെഡ്റൂം ഹല്ലേലൂയ ബെഡ്റൂം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വരുമെന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാൻ സ്വന്തത്തിൽ നിന്ന് വന്ന് എന്നെ സ്വന്തക്കാരോ കൈക്കൊണ്ടില്ല. സ്തോത്രം. നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ എവിടെയാ കൊണ്ട് വയ്ക്കുന്നേ? അല്പമെങ്കിലും ഒരു നോളജ് വേണ്ടേ നമുക്ക്? അല്പമെങ്കിലും ഗ്രഹിക്കണ്ടേ? ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. തൻ്റെ ആമേൻ ആമേൻ ഭവനത്തിൽ ഒരു പ്രവാചകനും സമർത്ഥനല്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രവാചകനും. അതേസമയം ഒരു കള്ളൻ വന്നിട്ട് അവിടെ കയറി പ്രവചിച്ചാൽ ഇവർ കൈയടിക്കും, ഏറ്റെടുക്കും. സോദര ഹല്ലേലൂയ. തന്റെ ഭവനത്തിൽ ഒരു പ്രവാചകനും ഒരിക്കലും സമർത്ഥനാകുകയില്ല. കാരണം എന്തെന്നറിയാമോ? കുല്ലന്റെ അടി കൊണ്ട് കിടക്കുന്ന പട്ടി കള്ളൻ വീട്ടിൽ വന്നാൽ കുരയ്ക്കത്തില്ല. കാരണം അവൻ അടി കേട്ട് 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 പട്ടി തഴമ്പിച്ച് കിടക്കുക. മോട്ടിക്കാൻ വന്ന കള്ളൻ വന്നാൽ പട്ടി കുരയ്ക്കത്തില്ല. അന്ന് പറഞ്ഞതുപോലെ ഇതിനൊന്നും നിങ്ങൾ സാരം കൊടുക്കരുത്. ഇതിനെല്ലാം ഞാൻ ഇപ്പോൾ ഊരി നിങ്ങളുടെ കരങ്ങളിൽ അങ്ങ് ഏൽപ്പിക്കുക. ഇതിനെല്ലാം ഊരി പൗലോസ് എടുത്തെറിഞ്ഞതുപോലെ തീക്കകത്തെറിയുവാൻ ഞാൻ ആത്മാവിൽ കയറി വരികയാണ്. നിങ്ങൾ ഒരുമിച്ച് കരമടിച്ച് ആരാധിച്ചോ, കരമടിച്ച് ആരാധിച്ചോ, കരമടിച്ച് ആരാധിച്ചോ. ഹോ ഷുഡബല ഹഡഗമന റിബൽ ഖബന ഗഡഗസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, ആര് ശപിച്ചാലും ശരി, ആരെന്ത് ചെയ്താലും ശരി, നീ യേശുക്രിസ്തുവിന്റെ മകനാണോ, യേശുക്രിസ്തുവിന്റെ മകളാണോ എങ്കിൽ നിന്നെ രക്ഷിക്കുന്ന ഒരു നാഥനുണ്ട്, നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ യേശുവിനെ ഓർത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ 5 ഏക്കർ കാളയെ കൊണ്ടിട്ടുണ്ട്,
ആ അവയെ ശോധന ചെയ്യാൻ പോകുന്നു. മനുഷ്യന്റെ ഒഴിവ് കഴിവുകൾ കണ്ടോ? ഈ ഒഴിവ് കഴിവുകളൊന്നും ബെന്തക്കോസ് ആരാധനയിൽ നമ്മൾ എടുക്കരുത്. ഒരു ഒഴിവ് കഴിവുകളും പറയരുത്. ജീവൻ ഉണ്ടെങ്കിൽ ഓടിയെത്തിക്കോണം, ജീവൻ ഉണ്ടെങ്കിൽ ആരാധിച്ചോണം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് വന്നതിന് ശേഷം ഒരു അപകടമില്ല. നിങ്ങൾ കഴിഞ്ഞ രാവിലെ പോയി രാത്രി വരെ അധ്വാനിച്ചതാണ്. നിങ്ങളുടെ ആരുടെയും തലയുടെ ഒരു രോമത്തിന് അപകടത്താൽ കേടുവരാതെ ദൈവം കാത്തത് ഇത് ദൈവത്തിന്റെ പെട്ടകമായത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ കറങ്ങി സഞ്ചരിച്ച് തമാശ അടിച്ച് നടക്കുമ്പോൾ ഇതിനകത്തിരുന്ന് ഉരുകുന്ന ദൈവമക്കളുണ്ട്. അതിന്റെ പ്രതിഫലമാണെന്ന് ഓർത്ത് നിങ്ങൾ അതുകൊണ്ട് പ്രത്യാശയോടെ കരമടിച്ച് ആരാധിക്കണം. ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. 33-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. 33-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ വായിക്കാം. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കണം. അവരെങ്ങനെ പാട്ട് പാടണം? ഓരോ ദിവസം കഴിയും തോറും പുതിയ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. പഴയതിനെ നമ്മൾ അങ്ങ് വിടണം, പഴയത് പോയിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പുതിയ പാട്ട് പാടണം ഓരോ ദിവസം തോറും. ഓരോ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും, ഓരോ ഹല്ലേലൂയ ദിവസം കഴിയുമ്പോഴും പുതിയ പാട്ടുകൾ പാടണം. ഹല്ലേലൂയ. വാദ്യസ്വരത്തോടു കൂടി പാടണം. ഹല്ലേലൂയ. നല്ല സ്വരമുണ്ടാകണം, നല്ല ഇമ്പമുണ്ടാകണം. ഹല്ലേലൂയ. എങ്കിൽ ഒരു വലിയ വിടുതൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും ഭർത്താവും മക്കളും പള്ളിയിൽ പോവാത്ത എന്റെ വീട്ടിലും വരും അപകടം. വരത്തില്ലേ? ബൈബിളിൽ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിവെടുക്കാൻ പറ്റുമോ? ഉണ്ടോ? സഹോദരനറിയാമോ? മോനറിയാമോ? നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പ്രതികൂലമുണ്ട്, ഉണ്ട്. അതിന് അമ്മാമയെ പറഞ്ഞാലോ, എന്നെ പറഞ്ഞാലോ, മോളെ പറഞ്ഞാലോ, മോനെ പറഞ്ഞാലോ ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രതികൂലമുണ്ട്. ശത്രു ആരെയും വിഴുങ്ങേണ്ടു എന്ന് അലർന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ച് നടക്കുന്നു. ഇനി ആരെ നോക്കിയാണ് ദൈവം നിർത്തിയിരിക്കുന്ന അറിയാമോ? വിളിക്കപ്പെട്ട ഭക്തനെ നോക്കി നിന്ന വരാതിരിക്കാൻ ദൈവം നിർത്തിയിരിക്കുന്നു. അല്ലല്ലേ? കരമടിച്ച് പറ സഹോദര, കരമടിച്ച് പറ. നിന്നെ ആത്മാവ് തൊടുന്നു, ഞാൻ കാണുന്നു. നിന്റെ മേൽ ആത്മാവ് ഇറങ്ങുന്നു, നിന്റെ മേൽ ആത്മാവ് ഇറങ്ങുന്നു. ഓ, നീ വലിയ ഒരു പ്രത്യാശയുടെ നടുവിൽ ഇരിക്കുന്ന വിഷയത്തെ ആത്മാവ് നിന്നെ എടുത്ത് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ആ സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു വസ്തുത പൊങ്ങിയതുപോലെ നിന്നെ കർത്താവ് ഈ പൽക്കാലം എടുത്ത് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് നമ്മൾ ആരെയും പഴിചാരരുത്. വേദപുസ്തകം പോലും പറയുന്നു. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ ആത്മാവിന് ദോഷം വരുന്ന ഒരു വാക്ക് പോലും നമ്മുടെ മുമ്പിൽ വരരുത്. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ. ഹല്ലേലൂയ. ഈ ആമേൻ ആമേൻ. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശത്രു നമ്മെ തമ്മിലടിപ്പിക്കുവാൻ, സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ, അമ്മയപ്പന്മാർ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ, കൂട്ട് സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ, കൂട്ട് വിശ്വാസികൾ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ പിശാച് ഹല്ലേലൂയ സൂചി കയറേണ്ട ഇടം കിട്ടിയ അവൻ ഒട്ടകത്തെ കയറ്റി വിടും. ആ ഒട്ടകം കയറാതെ നീ ഇടം ഹല്ലേലൂയ കാത്തിരുന്നോണം. ഹല്ലേലൂയ. സ്വത്രം. ആമേൻ ആമേൻ. ഞാൻ ഒരാളിനല്ല പറയുന്ന, മൊത്തം ആൾക്കാരോട് പറയുക, എപ്പോഴും ബുദ്ധിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ബുദ്ധിയുള്ള ആരാധന വേണം, ആത്മാവിന്റെ ആരാധന വേണം, ഇതുവരെ നടത്തിയ ആരാധന വേണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ വായിക്കാം, താഴോട്ട് വായിക്കാം. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ദൈവത്തിന്റെ വായിലെ ശ്വാസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായിലെ ശ്വാസം അടിച്ചാൽ ഇല്ലാത്തതെല്ലാം ഉളവാകും. നമുക്ക് വേണ്ടതെല്ലാം ഉളവാകും. നമുക്ക് ആവശ്യമായതെല്ലാം ഉളവാകും. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ഒരു മനുഷ്യന് ഒന്നും ചാരാൻ പോകും.